ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കക്ക റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി കക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 5-6 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിനകത്ത് ചെളിയും മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക വേണ്ടത്, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എല്ലാ കക്കയും തുറന്നു വരും. അതിൽ നിന്ന് നമ്മൾ കക്ക ഇറച്ചി എടുത്ത് മാറ്റി വെക്കണം. ഇത് എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഞങ്ങളെ ഭാഗത്തൊക്കെ ഇതിന് എരുന്ത് എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്താണ് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി 3 പച്ചമുളക്, 2 വലിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് ഡിലീറ്റ് ആയി പോയതാണ്. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള ചേർത്ത് വഴറ്റിയെടുത്ത്, സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും ചേർത്ത് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറി വന്ന ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി ഒന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മസാലപ്പൊടിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വേണം കേട്ടോ കക്ക റോസ്റ്റ് തയ്യാറാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നിങ്ങൾ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. കക്ക ഇറച്ചി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികൾ ആവശ്യമൊന്നുമില്ല ചോറിൻ്റെ കൂടെ. ഇത് തന്നെ മതി, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ഇട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.